പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷനെ കുറിച്ചാണ് നോക്കുന്നത്. ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബിൽറ്റിനായിട്ട് പൈത്തണിൻ്റെ അകത്തുള്ളൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ എൻ്റർ ചെയ്യുന്ന ഡാറ്റ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമാൻഡ് ലൈൻ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ, അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഒരു ഡെമോ കാട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ input_fn.py എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കീബോർഡിൽ നിന്നും 2 നമ്പറുകൾ റീഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്പർ 1 എന്ന് പറയുന്നൊരു വേരിയബിൾ എടുക്കുന്നു. നമ്പർ 1 ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ ഫസ്റ്റ് നമ്പർ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റർ ഫസ്റ്റ് നമ്പർ എന്നുള്ളതാണ് യൂസറിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്പർ 2, അതായത് സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസറിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ നമ്പർ 2 ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ സെക്കൻഡ് നമ്പർ. ഓക്കെ, ഇനി നമുക്ക് നമ്പർ 1 നമ്പർ 2 ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് നമ്പർ 1 എന്നുള്ളത് 12ഉം നമ്പർ 2 എന്നുള്ളത് 3ഉം ആണെന്ന് കരുതുക. അപ്പോൾ 12 + 3 ഈക്വൽ ടു 15 എന്നാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ എഫ് സ്ട്രിങ് യൂസ് ചെയ്യാണ്. എഫ് സ്ട്രിങ് എഫ് എഴുതുക, അതിനുശേഷം സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ എഫ് സ്ട്രിങ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലത്തിൽ ഡബിൾ കോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ റീഡ് ചെയ്ത വേരിയബിളാണ് നമ്മൾ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നൽകേണ്ടത്. കേളി ബ്രേസസ് ഇവിടെ ഒരു പ്ലേസ് ഹോൾഡർ പോലെ ആക്ട് ചെയ്യും. നമ്പർ 1 നമ്പർ 2 ഈക്വൽ ടു, അതായത് നമ്പർ 1 എന്നുള്ളത് 12 ആണെന്നുണ്ടെങ്കിൽ 12 + 3 ഇപ്പോൾ വരും. അതിനുശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കാണണം. അപ്പോൾ നമ്പർ 1 + നമ്പർ 2 ആണ് നമ്മൾ ഈക്വൽ ടുവിന് ശേഷം വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. 2 നമ്പർ ആഡ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി റൺ ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും പൈത്തൺ input_fn എന്നാണ് നമ്മുടെ ഫയലിൻ്റെ പേര്. അപ്പോൾ ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ input_fn.py എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഉബുണ്ടു യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തൺ 3 എന്ന് സ്പെസിഫിക് ആയിട്ട് അവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് നമ്പർ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോംപ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ 12 എന്ന് ഫസ്റ്റ് നമ്പർ അടിക്കുന്നു, 3 എന്ന് രണ്ടാമത്തെ നമ്പർ അടിക്കുന്നു. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 + 3 ഈക്വൽ ടു 123 ആണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്നത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പർ 1ൻ്റെ അകത്തും നമ്പർ 2ൻ്റെ അകത്തും വേരിയബിളിൻ്റെ അകത്ത് അസൈൻ ചെയ്തിരിക്കുന്നത് സ്ട്രിങ് ആയിട്ടാണ് ഡാറ്റ അസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 12 + 3 ഈക്വൽ ടു 123 എന്ന് പറഞ്ഞാൽ സ്ട്രിങ് കോൺകാറ്റനേഷൻ ആണ് ഇവിടെ നടന്നേക്കണേ. 12ഉം 3ഉം ഇവിടെ കൂട്ടി യോജിപ്പിച്ച് 123 നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 12 + 3 ഈക്വൽ ടു 15 എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇൻഡ് എന്ന് പറയുന്ന ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ്റെ അകത്തായിട്ട് നമ്മൾ റീഡ് ചെയ്ത ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ച് റീഡ് ചെയ്ത ഡാറ്റ പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തായിട്ട് നമ്മൾ റീഡ് ചെയ്ത നമ്പർ പാസ് ചെയ്യുന്നു. ഇവിടെ നമ്മളിപ്പോൾ സ്ട്രിങ്ങിനെ ഇൻറ്റിജറിൻ്റെ അകത്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഒരു ഡാറ്റ ടൈപ്പിന്, അതായത് സ്ട്രിങ്ങിന് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് ആവാം, ഏത് ഡാറ്റ ടൈപ്പിനാണെങ്കിലും വേറൊരു ഡാറ്റ ടൈപ്പിൻ്റെ അകത്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്ങിനെ ഇൻറ്റിൻ്റെ അകത്തായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്തു എന്നാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്പറായിട്ട് 12 എൻ്റർ ചെയ്യണു, രണ്ടാമത്തെ നമ്പറായിട്ട് 3 എൻ്റർ ചെയ്യണു. 12 + 3 ഈക്വൽ ടു 15 നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്ന രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് സംഖ്യയുടെ ബേസ് എത്രയാണെന്നുള്ളതാണ്. ഇവിടെ ബേസ് ഡിഫോൾട്ടായിട്ട് 10 ആണ്. അതുകൊണ്ടാണ് ഇൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെസിമൽ നമ്പർ റീഡ് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ പ്രോഗ്രാം കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും യൂസർ ചിലപ്പോൾ എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ നമ്പർ ആയിരിക്കില്ല, ചിലപ്പോൾ ABC എന്നൊക്കെ എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എറർ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂസർ ചിലപ്പോൾ എന്തെങ്കിലും ലെറ്റേഴ്സ് ഇവിടെ എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും കിട്ടുക. അതായത് വാല്യൂ എറർ എന്ന് പറഞ്ഞിട്ട് ഒരു എറർ ആയിരിക്കും കിട്ടുക.
വാല്യൂ എറർ ഇൻവാലിഡ് ലിറ്ററൽ ഫോർ ഇൻറ്റ് വിത്ത് ബേസ് 10. അപ്പോൾ ഇതുപോലെ റൺ ടൈമിൽ വരുന്ന എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് യൂസർ നൽകുന്ന ഇൻപുട്ടുകളിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ റൺ ടൈമിൽ എററുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ റൺ ടൈമിൽ എററുകൾ വരുന്നത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമ്മൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞിരുന്നു ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്ന രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സംഖ്യയുടെ ബേസ് ആണെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഡിഫോൾട്ടായിട്ട് ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അതിന് പകരം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എന്ന് കൊടുക്കാം. 2 എന്ന് പറയുമ്പോഴത്തേക്കും സംഖ്യയുടെ ബേസ് 2 ആകുമ്പോഴത്തേക്കും ബൈനറി നമ്പർ നമുക്ക് ഇവിടെ റീഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ബൈനറി നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ഈ പ്രോംപ്റ്റിൻ്റെ അകത്ത് നമുക്ക് സാധാരണ ഇതിൽ 5, 6 എന്നൊക്കെ പറയുന്ന രീതിയിൽ ഡെസിമൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ബൈനറി നമ്പർ എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ബൈനറി നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 101 എൻ്റർ ചെയ്യുന്നു. 101 എന്ന് പറയുന്നത് 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പറാണ്. അടുത്ത രണ്ടാമത്തെ നമ്പറായിട്ട് 100, അതായത് 4 എൻ്റർ ചെയ്യണം. അപ്പോൾ 4 എൻ്റർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് 5 + 4 എന്നുള്ളത് 9 ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഒക്ടൽ നമ്പറാണ് റീഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒക്ടൽ നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് 8 ആക്കേണ്ടി വരും. ബേസ് 8 ആക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ഒക്ടൽ നമ്പറിൻ്റെ അകത്ത് നമ്മൾ 0 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ബാക്കി നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 10 ആണ്, അതായത് 8 ഇല്ല. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ 8 ആദ്യത്തെ നമ്പറായിട്ട് എൻ്റർ ചെയ്യുന്നു. രണ്ടാമത്തെ നമ്പറായിട്ട് 7 എൻ്റർ ചെയ്യുന്നു. 7 എന്ന് പറയുന്നത് 7 തന്നെയാണ്. അപ്പോൾ 8 + 7 എന്ന് പറയുമ്പോഴത്തേക്കും 15 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേസ് 32 വരെയുള്ള നമ്പേഴ്സ് എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലത്തായിട്ട് 16 ബേസ് ആയിട്ടുള്ള, അതായത് ഹെക്സാഡെസിമൽ നമ്പർ വരെ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹെക്സാഡെസിമൽ നമ്പറാണ്, അവിടെ വരെ എൻ്റർ ചെയ്ത് കാട്ടാം. അപ്പോൾ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി അടുത്തായിട്ട് 16 എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് മാറ്റിയിട്ടുണ്ട്. എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചെടുത്താൽ നമുക്ക് ഇപ്പോൾ ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ അകത്ത് 7E എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 126 ആണ്. അടുത്തതായിട്ട് 80, 7F കഴിഞ്ഞിട്ട് പിന്നെ 127 കഴിഞ്ഞിട്ട് 128 എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 126 + 128 എന്ന് പറയുമ്പോഴത്തേക്കും 254, അതായത് 254 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ശരി, വീണ്ടും കാണാം.